ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംദാൻ കരീം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളല്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു സുഖമില്ലാത്ത കാലമല്ലേ ഇപ്പോൾ. ഗൾഫിലൊക്കെ യുദ്ധങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടതുകൊണ്ട് നമുക്ക് ആർക്കൊരു സമാധാനമില്ല. ഇന്ധന വില കൂടുന്നു, നമ്മളാൾക്കാരൊക്കെ ഗൾഫിൽ, എല്ലാവരും ഗൾഫിൽ. അപ്പോൾ അവിടെയൊക്കെ യുദ്ധമാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനം ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ നോമ്പൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തള്ളി നീക്കി തട്ടി നീക്കി പോണൊരു അവസ്ഥയാണല്ലേ. എന്നാൽ അൽഹംദുലില്ലാ ബുദ്ധിമുട്ടൊന്നും ആർക്കില്ല, ഞാൻ മതി. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവട്ടെ. ദുആയിലൊക്കെ ഉൾപ്പെടുത്ത എല്ലാവരും. പിന്നെ ഇന്ന് നമുക്ക് ബദ്രീങ്ങളെ ദിനം അല്ലേ. ബദ്രിൻ്റെ ദിനമാണ്, ബദ്രീങ്ങൾ ആണ്ടിൻ്റെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും ദുആയിലും എല്ലായിടത്തും ദുആയും പള്ളിക്കലൊക്കെ ദുആയും കാര്യങ്ങളൊക്കെ ഇരിക്കാറ്. നമ്മളെ പള്ളിക്കൽ ദുആ കഴിഞ്ഞാൽ ബദ്രീങ്ങളെ വെയ്ത്തൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ബദ്രീങ്ങളെ ആണ്ടിൻ്റെ ദുആയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിവിടെ 2 പള്ളിക്കന്ന് ആണെന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഒരു പള്ളിക്കന്ന് ബിരിയാണി കിട്ടി. അപ്പോൾ ആ പള്ളിക്കൽ ബിരിയാണിയാണ് നമ്മൾ ഇടുന്നുണ്ട്. നമ്മളിവിടെ തറയിട്ടാലിൻ്റെ അവിടെ പള്ളിക്കൽ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാനുള്ള ചോറ്, അത്യാവശ്യം നല്ല ചോറുണ്ട്, ബിരിയാണിയാണ്. അത് നമ്മളെ ഈ തറയിട്ടാലിൻ്റെ ഇവിടുത്തെ പള്ളിക്കന്നാണ് കിട്ടിയത്. പിന്നെ നമ്മൾ അരികുളത്തുങ്ങലെ പള്ളിക്കന്നും കൂടി നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അരികുളത്തുങ്ങലെ പള്ളിക്കന്ന് കിട്ടിയത് പത്തിരി ഇറച്ചിയാണ്. അപ്പോൾ ഈ സമയമായാൽ ഈ ബദർ ദിനത്തിൻ്റെ അന്ന്, ബദരീങ്ങളെ ആണ്ടിൻ്റെ അന്ന്, ബദരീങ്ങളെ ആണ്ടിൻ്റെ ദിവസത്തിൻ്റെ അന്ന് നമ്മൾ എന്തായാലും പിന്നെ ഈ ഒരു നേർച്ചച്ചോറ്, നേർച്ചൻ്റെ പത്തിരി ഇറച്ചിയും കിട്ടാൻ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. ഇവിടെ എനിക്കത് കിട്ടിയില്ലെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയായിട്ട് അത് കിട്ടണ വരെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നുമല്ല, നമുക്കതൊരു ബർക്കത്തിൻ്റെ ചോറല്ലേ, ചോറായാലും പത്തിരി ആയാലും. അപ്പം അങ്ങനെ അതിന് വെയിറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ പോയിട്ട് കൊണ്ടുവന്നതാണ്. പള്ളിക്കൽക്ക് അസർസ്കാരത്തിൻ്റെ ശേഷമാണ് പള്ളിക്കൽ ചോറും പത്തിരിയൊക്കെ കൊടുക്കൽ. അപ്പോൾ വാങ്ങാൻ പോയി. ഞാനല്ല കേട്ടോ, ഞാൻ പോക്കില്ല, നമ്മളാരും പോക്കില്ല. ആണുങ്ങൾ പോയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് വാങ്ങിച്ച് വന്ന് കൊണ്ടുവന്ന് ഞാൻ പാത്രത്തിലാക്കണ സമയം കൊണ്ടുവന്നപ്പോൾ തന്നെ അവിടെ തന്നെ വെച്ച് പിന്നെ പാത്രം കൊണ്ടുപോയി അതിലൊക്കെ ഇട്ട്. ഇനി നമുക്കുള്ളത് പത്തിരിയും പിന്നെ ഇറച്ചി കഷ്ണം അത്യാവശ്യമുണ്ട് കേട്ടോ. പത്തിരി കുറച്ചേ ഉള്ളൂ. അത് അരികുളത്തുങ്ങലെ പള്ളിക്കന്നാണ്. കൊല്ലത്തിലെ അരികുളത്തുങ്ങലെ പള്ളിക്കൽ പത്തിരി ഇറച്ചിയും തന്നെ ആയിരിക്കും. അങ്ങനെ അതാ നമുക്ക് 2 ആൾക്ക് കഴിക്കാനുള്ള പത്തിരി ഇറച്ചി അതുമുണ്ട്. നമുക്ക് എന്ത് കാര്യങ്ങളും ബദരീങ്ങളോട് പറയണം. ബദരീങ്ങളൊരു ഇത് നമുക്ക് എപ്പോഴും ഒരു മൈൻഡിൽ അങ്ങനെ ഒരു ചിന്താഗതിയാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് എപ്പോഴും ബദരീങ്ങളെ വെച്ചാൽ വലിയൊരു കാര്യപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ബദരീങ്ങളെ ആണ്ടിൻ്റെ ദിവസം. അപ്പം നമ്മൾ ഇതൊക്കെ വലിയ ആഘോഷമായിട്ടാണ് കൊണ്ടെടുക്കുക. അങ്ങനെ ഒരു തോന്നലാണ് നമ്മൾക്ക്. നമ്മൾ അങ്ങനെ തന്നെയാണ്. ചിലർക്ക് ഇത് പറ്റൂല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദേഷ്യം പിടിക്കും എല്ലാവർക്കും. നമ്മൾ ബദരീങ്ങളോട് കാവലിനെ ചോദിക്കണം. അള്ളാനെ മുൻനിർത്തിയിട്ടാണ് ബദരീങ്ങളോട് കാവലിനെ ചോദിക്കണം. മുത്ത് റസൂലും അനുയായികളുമാണ് ബദരീങ്ങളെ കൂട്ടത്തിലുള്ളത്. അപ്പം നമുക്ക് അത് വല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ പത്തിരി ഇറച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പത്തിരി ഇറച്ചി ഉണ്ടാക്കായിട്ടില്ല, ഡെയിലി തന്നെയല്ല പത്തിരി ഇറച്ചി ബിരിയാണി. പക്ഷേ ഇതിനൊരു പ്രത്യേക ഒരു സന്തോഷമാണ് ബദരീങ്ങളെ ഇറച്ചിയും പത്തിരിയും ബിരിയാണിയൊക്കെ കൊണ്ടുവരുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും റംദാൻ മുബാറക്.